ഉത്രം മുക്കാൽ അത്തം ചിത്തിര ഒന്നാം പകുതി വരുന്ന കന്നിക്കൂറ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഒരുതരം തടസ്സം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുമെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്ന വർഷമാണിത്. നമ്മളെ ഒരുപാടങ്ങ് വലയ്ക്കാത്ത കാലമായിരിക്കും. പലരുമായിട്ടും ശത്രുതയിലാകാനും പിണങ്ങാനുമൊക്കെ സാധ്യത നിലനിൽക്കുന്നു. എന്നാൽ ചില നല്ല ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പണച്ചിലവ് കൂടിയിരിക്കും, എങ്കിലും വരുമാനം ഉണ്ടാവുക തന്നെ ചെയ്യും. സാമ്പത്തിക നഷ്ടം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകും. പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ്, സാഹചര്യമാണ് കൂടുതലായിട്ടും കാണുന്നത്. മനസ്സത്ര പോസിറ്റീവായിരിക്കില്ല. പല ചിന്തകളും ആകുലതകളും ഭാവിയെ പറ്റിയുള്ള ആശങ്കകളുമൊക്കെ മനസ്സിൻ്റെ സമാധാനത്തെ കുറച്ചേക്കാം. ശരീരസുഖം കുറഞ്ഞിരിക്കും. തൊഴിൽപരമായിട്ടുള്ള ചില പ്രയാസങ്ങൾ നേരിടുമെങ്കിലും അവയെ ഒക്കെ പരിഹരിക്കാനാകുന്ന കാലമാണ്. അതിലൊന്നും വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. തൊഴിലിൽ പക്ഷെ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടാകണം എന്നുമില്ല. ഏർപ്പെടുന്ന ഏത് കാര്യമായാലും ചില നേട്ടങ്ങൾക്കൊക്കെ ഇടയുള്ള കാലമാണ്. ഒന്നിലും തീർത്തും പരാജയപ്പെടേണ്ടി വരില്ല. പുതിയ തൊഴിൽ നോക്കുന്നവർക്ക് അത് ലഭിക്കാൻ നല്ല സാധ്യതയാണ് കാണുന്നത്. ഈ സമയം കുടുംബജീവിതം അത്ര സന്തോഷകരമായിരിക്കണം എന്നില്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പല കാര്യങ്ങളിലും രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളുമൊക്കെ ഉണ്ടായിരിക്കാം. സന്താനത്തിൻ്റെ കാര്യത്തിലും പല മനോവിഷമങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ മുള്ളുകുത്തി വേദനിപ്പിക്കുന്ന വിധമുള്ള പല അനുഭവങ്ങളും പിന്തുടരാവുന്ന കാലഘട്ടമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം. ഏറെ സ്നേഹിക്കുന്നവർ കാരണവും പല വിഷമങ്ങൾ ഉണ്ടായിരിക്കാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നഷ്ടകഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനിടയുള്ള കാലഘട്ടമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള വർഷമാണ്. എന്നാൽ അവ പെട്ടെന്ന് താൻ ആരംഭിച്ച സംരംഭം പെട്ടെന്ന് ലാഭത്തിലേക്ക് എത്തണം എന്നില്ല. ഏത് കാര്യവും സാവധാനം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് തരക്കേടില്ലാത്ത ഒരു വർഷക്കാലമായിരിക്കും ഇത്. ബിസിനസ്സിലൊന്നും വലിയ കുഴപ്പങ്ങൾ കൂടാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ വലിയ പുരോഗതിയൊന്നും ഇല്ല. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക. ഒക്ടോബർ 20 മുതൽ ഡിസംബർ 4 വരെയുള്ള കാലമാണ് ഈ ഒരു വർഷം ഗുണകരമായിട്ടുള്ള മാസം.